ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മൾ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. സോ ഇത് നമ്മൾ തീർത്തു. Now what we have to do is we have to go with differential calculus. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ ഡിഫറൻസിയേഷന്റെ ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ അതിൽ കാണാൻ പറ്റും. ഇതാ ഈ രണ്ട് ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഈ രണ്ട് ചാപ്റ്റേഴ്സിനെയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. കമ്പൈൻ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഡിഫറൻസിയേഷനുമായി റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് ടോപ്പിക്സ്, ഡിഫറൻസിയേഷനുമായി റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഡിഫറൻസിയേഷനുമായി റിലേറ്റ് ചെയ്യുന്ന കണ്ടന്റ്സിന്റെ PDF ടീച്ചർ തരുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ കണ്ടന്റും ഡിഫറൻസിയേഷനുമായി റിലേറ്റ് ചെയ്യുന്ന BCC 102ലെയും BCC 104ലെയും നിങ്ങളുടെ ടോട്ടൽ ആയിട്ടുള്ള കണ്ടന്റ്സിനെ എല്ലാം ബ്ലെൻഡ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. സോ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മൾ മൊത്തം ഡിഫറൻസിയേഷനും അതേപോലെ തന്നെ ഇന്റഗ്രേഷനുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിലല്ല, ഇൻ ദ കമ്മിങ് സെഷൻ. സോ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് മേക്ക് യൂസ് ചെയ്യുന്നത്. സോ ഡിഫറൻസിയേഷന് ഒരുപാട് ഫോർമുലയുണ്ട്. x raised to n, x raised to n ന്റെ ഫോർമുല nx raised to n minus 1 ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് x എന്ന് പറഞ്ഞാൽ 1 ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് റൂട്ട് x എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് x ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് 1/x എന്ന് പറഞ്ഞാൽ -1/x raised to 2 ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് e raised to x എന്ന് പറഞ്ഞാൽ e raised to x ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് log x എന്ന് പറഞ്ഞാൽ 1/x ആണ്. സോ ഇത്രയും ഫോർമുലാസ് ആണ് ഉള്ളത് നമ്മളുടെ ഡിഫറൻസിയേഷന്റെ മേഖലയിൽ. ഡിഫറൻസിയേഷൻ ഓഫ് x raised to n എന്ന് പറഞ്ഞാൽ nx raised to n minus 1 ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് റൂട്ട് x എന്ന് പറഞ്ഞാൽ 1/2 റൂട്ട് x ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് 1/x എന്ന് പറഞ്ഞാൽ -1/x raised to 2 ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് എ കോൺസ്റ്റന്റ് 0 ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് e raised to x എന്ന് പറയുന്നത് e raised to x ആണ്. ഡിഫറൻസിയേഷൻ ഓഫ് log x എന്ന് പറയുന്നത് 1/x ആണ് വരുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു ഡു സർട്ടൻ പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് ഈ ഡിഫറൻസിയേഷന്റെ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം, അതായത് ഡിഫറൻസിയേഷനുമായി റിലേറ്റ് ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും ഒരുമിച്ചാണ് പഠിക്കുന്നത്. ഡിഫറൻസിയേഷന് d/dx എന്നാണ് എഴുതുന്നത്. ഡിഫറൻസിയേഷൻ ഓഫ് d/dx x raised to 4 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോം ആണ് വരുന്നത്. ഇവിടെ n ന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോ 4x raised to 4 minus 1. അതായത് x raised to n എന്ന് പറഞ്ഞാൽ nx raised to n minus 1 ആണ്. സോ ഇവിടെ n ന് പകരം 4 ആണ്. സോ 4x raised to 4 minus 1, 4x raised to 3. സോ ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് x raised to 4 ന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ 4x raised to 3 ആണ്. d/dx ഓഫ് x raised to -3 എന്ന് പറഞ്ഞാൽ -3x raised to -3 minus 1 ആണ്. സോ -3x raised to -4 ആണ്. ഇനി d/dx ഓഫ് 1/x raised to 2 എന്ന് പറഞ്ഞാൽ d/dx ഓഫ് x raised to ഇതിനെ മുകളിലേക്ക് എടുക്കുമ്പോൾ -2. സോ -2x raised to -2 -1 -2x raised to -3 ആയിരിക്കും. ഇനി d/dx ഓഫ് റൂട്ട് x എന്ന് പറഞ്ഞാൽ d/dx ഓഫ് x raised to 1/2 ആണ്. സോ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ റൂട്ട് എക്സിനെ 1/2 എന്ന് എഴുതാം. 1/2x raised to 1/2 minus 1. സോ 1/2x raised to LCM എടുക്കുന്നു 1 minus 2, 1/2x raised to -1/2. ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ആക്ച്വലി ചെയ്യുന്നത്. ഇനി സപ്പോസ് d/dx ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ 2ന്റെ കൂടെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ 2ന്റെ കൂടെ ഒന്നും വരാത്ത പക്ഷം അതിന്റെ വാല്യൂ 0 ആയിരിക്കും. 2ന്റെ കൂടെ ഒന്നും വരാത്ത പക്ഷം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് അവിടെ നമ്മൾ സങ്കല്പിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. സോ സിൻസ് അതിനെ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സങ്കല്പിക്കുന്ന സമയത്ത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത്രയും ക്ലിയർ? ഇത്രയും ഓക്കെ? Okay. Now
Now we are going on for sum. അതല്ലെങ്കിൽ addition rule. അഡീഷൻ റൂളിലേക്ക് കടന്നാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാനായി പറ്റും. 4x raised to 3 plus 3x square minus 2x plus 7. ഇവിടെ നമ്മൾ xന്റെ മുമ്പിലാണ് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. 4 d by dx of x cube plus 3 d by dx of x square minus 2 d by dx of x plus d by dx of 7. കാരണം ഇവിടെ ഒരു x ഇല്ലാത്തത് കൊണ്ട് നമ്പറിന്റെ മുമ്പിൽ എഴുതി. 4 into x raised to n എന്ന് പറഞ്ഞാൽ nx raised to n minus 1 ആണ്. So x raised to 3 പറഞ്ഞാൽ 3x raised to 3 minus 1 3x raised to 2 ആണ്. So ഇവിടെ 4 into 3x raised to 2 plus 3 into same process 2x minus 2 into നമുക്കറിയാം x ന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. So 1 plus കോൺസ്റ്റന്റിന്റെ ഡിഫറൻസിയേഷൻ 0 ആണ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ x ന്റെ വാല്യൂ കൂടെ ഇല്ലാത്തത്. So 4 into 3 12. 12x square plus 3 into 2 6 minus 2 plus 0. So the answer is 12x square plus 6x minus 2. So I hope that is clear for all. Clear? Okay. Now let's move on to the next problem. X cube plus 1 into 1 plus x. So x cube into 1, x cube plus x cube into x, x raised to 4 plus 1 into 1, 1. 1 into x, x. d by dx of x cube plus d by dx of x raised to 4 plus d by dx of 1 plus d by dx of x. So x raised to 3 is 3x square. X raised to 4 is 4x cube. Constant into the 0, x in the differentiation 1. So 3x square plus 4x cube plus 1 will be your right answer. I hope that is clear. Clear? 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 Okay. Next is x square into 1 plus x raised to 3. So x square into 1 x square plus x square into x raised to 3 is x raised to 5 ആണ്. തെറ്റിക്കരുത്, x raised to 6 എന്ന് എഴുതരുത്. Now d by dx of x square plus d by dx of x raised to 5. 2x plus 5x raised to 4. So this will be your right answer. Now let's move on to another question. X cube plus 2x square plus 1 divided by x square. So what you have to do here is നിങ്ങൾ split ചെയ്യുക. x cube by x square ലിമിറ്റിലൊക്കെ ചെയ്യുന്ന പോലെ plus 2x square by x square plus 1 by x square. Now x cube എന്ന് പറഞ്ഞാൽ x into x ആണ് divided by x into x. So രണ്ടെണ്ണം പോയി you got it as x plus ഇതും കട്ടായി 2 plus ഇതിനെ മുകളിലേക്ക് എടുക്കാം x raised to minus 2. Now go for differentiation. d by dx of x plus d by dx of 2 plus d by dx of x raised to minus 2. x into the 1, 2 into 0. ഇവിടെ minus 2 x raised to minus 3. So 1 minus 2x raised to minus 3 will be your right answer. I hope that is clear. Okay, so next question is 400 minus x minus 20 the whole raised to 2. So what you have to do here is വളരെ സിമ്പിൾ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളോട് ചെയ്യേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 400 മൈനസ് ഇവിടെ ആദ്യം ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. a minus b the whole square is a square minus 2ab plus b square. So x minus 20 whole square is a square minus 2ab plus b square. X square minus 40x plus 400. Now ഇതിനെ add ചെയ്യാം. So 400 minus bracket x square minus 40x plus 400. Now just open the bracket. Minus x square plus 40x minus 400.
So 400 and 400 gets cancelled. So minus x square plus 40x. ഇനി differentiation ചെയ്യുക. d by dx of minus x square plus d by 40 d by ds of x. So ഇവിടെ നിങ്ങൾ x square എടുക്കുന്ന സമയത്ത് minus 2x plus 40 into 1. The answer will be minus 2x plus 40. This would be a right answer. അപ്പോൾ ഇതാണ് നമ്മുടെ addition അല്ലെങ്കിൽ summation rule എന്ന് പറയുന്നത്. Now we are moving on to product rule. ഡിഫറൻസിയേഷന്റെ പ്രൊഡക്റ്റ് റൂളിലേക്ക് കടന്നാൽ ഫോർമുലേഴ്സ് d by dx of uv എന്നാണ് പറയുന്നത്. uv പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിനെയാണ് ആക്ച്വലി അവരോട് ഉദ്ദേശിക്കുന്നത്. ഫോർമുല u d by dx of v plus v d by dx of u. ഇതാണ് നിങ്ങളുടെ ഫോർമുലയായിട്ട് വരുന്നത്. So what you have to do is, ഇവിടെ you are given a question like this, x square plus 1 into x plus 2. So ഇവിടെ x square plus 1നെ u ആയി സങ്കല്പിക്കുക. കാരണം ഇവിടെ പ്രൊഡക്റ്റ് ആണ് എങ്ങനെ മനസ്സിലാക്കാൻ വെച്ചാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രൊഡക്റ്റ് റൂൾ ആണ്. x plus 2 എന്ന് പറയുന്നതിനെ v ആയിട്ട് സങ്കല്പിച്ചു. സോ ഇവിടെ നിങ്ങൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ആദ്യം u എടുത്തു. സോ ഇവിടെ ഫോർമുല u d by dx of v plus v d by dx of u ആണ്. അപ്പോൾ ആദ്യം u എടുത്തു. u is x square plus 1 d by dx of x plus 2 plus x plus 2 d by dx of x square plus 1. So ഈ d by dx എഴുതിയതിനു ശേഷമുള്ള പദമാണ് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. x square plus 1 into x ന്റെ ഡിഫറൻസിയേഷൻ 1, 2 ന്റെ ഡിഫറൻസിയേഷൻ 0 plus x plus 2 into x square ന്റെ ഡിഫറൻസിയേഷൻ 2x plus 0. സോ ഇനി നമ്മൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ x square plus 1 into 1 plus x plus 2 into 2x. So multiply ചെയ്യുമ്പോൾ x square plus 1 plus 2x into x, 2x square plus 2 into 2x, 4x. So 2x square ഉം x square ഉം ആഡ് ചെയ്യുമ്പോൾ you got 3x square plus 1 plus 4x. ഇനിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞു, 3x square plus 4x plus 1. So this is your differentiation. ഇതാണ് നിങ്ങളുടെ ആൻസർ. Now we are moving on to another question, that is e raised to x into 1 plus x. So u is equal to e raised to x and v is equal to 1 plus x ആണ്. So u d by dx of v plus v d by dx of u. So e raised to x into d by dx of 1 plus x, put brackets, plus 1 plus x into d by dx of e raised to x. e raised to x into, ഇവിടെ 1ന്റേത് 0, ഇവിടെ 1, 1 plus 1 plus x into e raised to x ന്റെ ഡിഫറൻസിയേഷൻ is e raised to x. So e raised to x plus e raised to x into 1 e raised to x plus x e raised to x. e raised to x plus e raised to x is 2 e raised to x plus x e raised to x. e raised to x നെ നമുക്ക് വെളിയിൽ എടുക്കാം. So it becomes 2 plus x. So this will be your right answer. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. Next question is x log x. So x is equal to u. ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് v is equal to log x. So u d by dx of v plus v d by dx of u. x d by dx of log x plus log x d by dx of x. x into 1 by x plus log x into 1. So x and x gets cancelled. So 1 plus log x is your right answer. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലോഗരിതമിക് റെപ്രസെന്റേഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. Nothing else. Now you are given another question, x square e raised to x. So what you have to do is u is equal to x square, v is equal to e raised to x. So x square d by dx of e raised to x plus e raised to x d by dx of x square. x square into e raised to x plus e raised to x into 2x. So x square e raised to x plus
2x e raised to x. So e raised to x പുറത്തെടുക്കുന്നു. x square plus 2x will be your right answer. Next question, e raised to x into log x. ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് u is equal to e raised to x, v is equal to log x. So u d by dx of v plus v d by dx of u. So e raised to x d by dx of log x plus log x d by dx of e raised to x. E raised to x into log x into the 1 by x ആണ് plus log x into e raised to x. E raised to x by x plus e raised to x log x. So this will be your right answer. So നമ്മൾ ഇന്ന് പഠിച്ചത് സം റൂളും പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രൊഡക്റ്റ് റൂളും ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോഷ്യൻ റൂൾ ഉണ്ട്. You have to find function of function rule ഉണ്ട്. Then you have to study implicit function ഉണ്ട്, ഹയർ ഓർഡർ ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത്രയുമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിങ്ങൾക്ക്, പിന്നെ ഇലാസ്റ്റിസിറ്റിയും വരുന്നത്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പഠിക്കാനായിട്ട്. ദാറ്റ് വിൽ ബി ലേണിംഗ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. സോ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും കൂടിയേ ഉള്ളൂ, നത്തിങ് എൽസ്. സോ താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്. നാളെ ക്ലാസ് ഇല്ല, മൺഡേ ക്ലാസ്.